മാങ്ങ ഇട്ടിട്ട് വെക്കാം, അതുപോലെ നമുക്ക് ചക്കക്കുരു ഇട്ടിട്ട്. ഇങ്ങനെ രണ്ടും ചേർത്ത് വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അതായത് നമ്മളെ ചെമ്മീൻ കറി വെക്കുമ്പോൾ. പക്ഷെ നമ്മളിന്ന് ഇത് രണ്ടും ചേർക്കാതെയാണ്. നമ്മൾ സാധാരണ പോലെ തന്നെ വഴറ്റിയിട്ട് തേങ്ങയും അതുപോലെ മല്ലിപ്പൊടി, വറുത്ത മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് നല്ല രസമാണ്. അപ്പോൾ ചെമ്മീനാണ് ഇപ്പം ഇന്ന്. കുറേ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങിയിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ കറിയാണ് ഊണിന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കറി വയ്ക്കാനുള്ള ചെമ്മീൻ ഇതിപ്പോൾ 1/4 കിലോ ആണ് ഉള്ളത്. കുറച്ചേ ഉള്ളൂ, അതായത് 250 ഗ്രാം. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും അത് മതിയല്ലോ. ചെമ്മീൻ നല്ല വിലയുള്ള സമയം തന്നെയാണ് ഇപ്പോൾ. അതൊക്കെ നന്നാക്കാണ്. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നന്നാക്കാൻ വിചാരിച്ചു. ഇന്നിപ്പോൾ ചെമ്മീൻ തേങ്ങ അരച്ച കറിയാണ്. കുറേ ദിവസമായി ചെമ്മീനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ. ഇനി ഏതായാലുമൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് എടുക്കാം. പിന്നെ ഇപ്പം ഇതാ അതിലേക്കുള്ള ചേരുവകൾ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കാം. ഉള്ളി നമ്മൾ വഴറ്റിയിട്ടാണ് വെക്കുന്നത്. തക്കാളിയും പച്ചമുളകും അതന്നെ കാര്യമായിട്ട് എല്ലാ ചേരുവകൾ കുറച്ചല്ല. അപ്പോൾ ഇത് എല്ലാ ചേരുവകളും കൂടി ചേരുമ്പോൾ ഉണ്ടാവും അത്യാവശ്യം. അപ്പോൾ അതൊക്കെ ഇവിടെ നുറുക്കി അത് വെച്ചു. ഇവിടെ ചെമ്മീൻ്റെ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞ് പാരാണ്. രണ്ട് പ്രാവശ്യം പിഴിഞ്ഞ് പാരുന്നുണ്ട്. നമ്മൾ സാധാരണ പുളി. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ അത് ചെറിയതുണ്ട്, ഒന്ന് അരച്ച് വയ്ക്കാം ആദ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് കറീൻ്റെ കാര്യങ്ങൾ നോക്കാമല്ലോ. വറുത്ത് വെച്ച മല്ലിപ്പൊടി ഉണ്ട്. ഇതാ പാത്രം വെച്ച് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടായി. ഉള്ളി പച്ചമുളകൊക്കെ തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളി നുറുക്കിയത് അത് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ചേർത്തിട്ടും അതുപോലെ മാങ്ങ ചേർത്തിട്ടൊക്കെ നല്ല രസമാണ് ചെമ്മീൻ. ഇപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് ചേർക്കാം. മല്ലിപ്പൊടി പിന്നെ അരച്ച് വെച്ചാൽ നമ്മൾ അത് ചേർത്ത് ആണല്ലോ അരയ്ക്കുന്നത്. അപ്പം അങ്ങനെ അത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനിയിപ്പോൾ ആ പുളി ഇട്ട് വെച്ച് ചെമ്മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചത് അത് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. കണ്ടോ, കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. ഇനിയിപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒന്ന് പിന്നെ ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പ് അത് ചേർക്കണം ഇതിൽ. പിന്നെ നമുക്ക് അരച്ചു വെച്ചത് അത് ചേർക്കാം. അരച്ചത് നല്ല ഉണ്ട് ഈ കറിക്ക്. ഇതൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലിടാം. നല്ല വെന്തിട്ടുണ്ട്, ഒക്കെ പാകാം. അപ്പോൾ നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി.
അപ്പോൾ നമ്മൾ പൂച്ച ഇവിടെ ഉണ്ട്. ഊണ് കഴിക്കാൻ സമയം ഏകദേശം ഇങ്ങനെ ആവാനായിരിക്കും. അപ്പോൾ അതാണ് നല്ല ഇവിടെ ഇറങ്ങിയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. നല്ല തണുപ്പല്ലേ, അപ്പോൾ ഇങ്ങനെ മണ്ണിൽ കിടന്ന് ഇങ്ങനെ ഉരുളും. അത് ഈ വെയിലും കൊണ്ടിട്ട് അങ്ങനെയാണ് ശീലം. രാവിലെ പിന്നെ പച്ചമീൻ്റെ തലയൊക്കെ തിന്നതാണ്. വേറെ മീനിൻ്റെ തലേനെ കൊണ്ട് കൊടുത്തിരുന്നു പൂച്ചയ്ക്ക്. ആ പൂച്ച മണ്ണിൽ വിട്ട് കളിക്കുക. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ചെമ്മീൻ കറി, പിന്നെ പപ്പടം കാച്ചിയത്. അപ്പോൾ നമ്മളേതായാലും ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. അപ്പം ഇന്നിങ്ങനെയാണ് ചെമ്മീൻ കറിയും കൂട്ടിയുള്ള ഊണ്. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇതന്നെ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ കാണാം.